പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തൊഴിൽ മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേർന്നുണ്ട്. സുനിൽ, എന്തായിരിക്കും തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കും? സൗമ്യ, നിർണായകമായിട്ടുള്ള PLC യോഗമാണ് അല്പസമയത്തിനകം തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരാൻ പോകുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് PLC യോഗത്തിലെടുത്ത ധാരണകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു സമീപനം പ്ലാന്റേഴ്സ് ഉടമകൾ സ്വീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും മറ്റൊരു പ്രതിസന്ധി കൂടി ഉടലെടുത്തിരിക്കുന്നത്. നേരത്തെ നടത്തിയ യോഗത്തിൽ ബോണസ് സംബന്ധിച്ചും മിനിമം കൂലി സംബന്ധിച്ചും ധാരണയിലെത്തിയിരുന്നു. ഇത് PLC യോഗത്തിൽ ധാരണയെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തോട്ടം തൊഴിലാളികൾ പണിമുടക്കിൽ നിന്ന് പിൻവാങ്ങിയത്. 14 ദിവസത്തിലധികമായി പണിമുടക്ക് നടത്തിയിരുന്ന തോട്ടം തൊഴിലാളികളാണ് ഈ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, സർക്കാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. പക്ഷേ ഇപ്പോൾ ആ ഉറപ്പ് പാലിക്കാൻ തോട്ടം ഉടമകൾ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും സമരത്തിൻ്റെ ഒരു വഴി തുറന്നിരിക്കുന്നത്. നേരത്തെ സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് പ്ലാന്റേഷൻ ഉടമകൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് അക്കാര്യങ്ങൾ പാലിക്കേണ്ടതില്ല എന്നും സർക്കാർ ചില വാഗ്ദാനങ്ങൾ പ്ലാന്റേഴ്സ് ഉടമകൾക്ക് നൽകി. അക്കാര്യത്തിൽ സർക്കാരും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ബോണസ് 20% ബോണസ് നൽകുന്ന കാര്യത്തിലും മിനിമം കൂലി 301 എന്നുള്ള തേയില തോട്ടത്തിലെ തൊഴിലാളികൾക്ക് നൽകുന്ന എന്നുള്ള കാര്യത്തിലും അത് പാലിക്കേണ്ട കാര്യമില്ല എന്നാണ് തോട്ടം തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു ധാരണ അനുസരിച്ച് അത് ലംഘിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഈ പ്ലാന്റേഴ്സ് ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ചർച്ച നടത്തുന്നത്. യാതൊരു കാരണവശാലും PLC യോഗത്തിലെടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചുള്ള ചർച്ചകളായിരിക്കും ഇന്ന് നടക്കുന്നത്. പക്ഷേ പഴയ ഒരു ഉറച്ച നിലപാടിൽ, പിടിവാശിയോടുള്ള നിലപാടിലാണ് പ്ലാന്റേഴ്സ് ഉടമകൾ പോകുന്നതെങ്കിൽ വീണ്ടും സമരത്തിന്, പെൺപിള്ളെ ഒരുമ അടക്കമുള്ള തോട്ടം തൊഴിലാളി മേഖലയിലെ തൊഴിലാളികളൊക്കെ സമരത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്, തൊഴിലാളികളെ പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തൊഴിലാളികൾ ശക്തമായിട്ടുള്ള സമരവുമായി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ, നേരത്തെ യോഗത്തിലുണ്ടാക്കിയ ധാരണകൾ പാലിക്കാൻ ആയിരിക്കും മന്ത്രി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആവശ്യമായി ഈ പ്ലാന്റേഷൻ ഉടമകൾക്ക് മുമ്പിൽ വയ്ക്കുക. സൗമ്യ, വിവരങ്ങൾ നൽകിയത്.